വേദനകളുടെ പ്രയാസങ്ങളുടെ ലോകത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ, ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ കൊടുക്കുന്നതാണ്. ദുനിയാവ് എങ്ങനെയാണ് സുഖവും സൗകര്യങ്ങളും ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്, എൻ്റെ പ്രിയമുള്ളവരെ, അത് ആഖിറത്തിലാണ്. ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രയാസവും പ്രലോഭങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിസന്ധികളെ കൊണ്ട് നിറക്കപ്പെട്ട ഒരു ഗേഹമാണ് ദുനിയാവ്. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖങ്ങൾ ചിലപ്പോൾ ഒരുപാട് തന്നിട്ട് പരീക്ഷണം നടത്തും. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രയാസങ്ങൾ മനുഷ്യനിലേക്ക് ഇട്ട് തന്നിട്ട് അല്ലാഹു തആല പരീക്ഷണം നടത്തും. ഈ പരീക്ഷണങ്ങളിലൂടെയെല്ലാം മനുഷ്യന് കടന്നു പോകുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എത്രത്തോളമാണ് വിജയിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കും. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് സ്വർഗവും നരകവും കണക്കാക്കുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. ദുനിയാവിന്റെ തൊലിക്കമുകളിൽ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളും ആനന്ദത്തോടു കൂടി തന്റെ കുടുംബത്തിൽ ജീവിച്ചിരുന്ന സഹാബിയായിരുന്നു ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മഹാന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട പുണ്യമായ പടച്ചുറപ്പെ ജീവിതങ്ങളെ കൊണ്ട് ധന്യമാക്കിയ മഹാനായിരുന്നു. അതാ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അതാ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ അവിടുന്ന് വല്ലാതെ കരയുകയാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ ഇങ്ങനെ നിറയുകയാണ്. അതാ അവിടുന്ന് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ എന്തിനാണ് കരയുന്നത് നബിയേ? അവിടുന്ന് ദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വഹാബാ, മിസ്അബ് തങ്ങളെ, നിങ്ങളുടെ ജീവിതം ഞാനങ്ങ് എൻ്റെ ഹൃദയം കൊണ്ട് ചിന്തിച്ചു പോയല്ലോ. നിങ്ങളുടെ ജീവിതം എൻ്റെ ഹൃദയം കൊണ്ട് ഞാനങ്ങ് ചിന്തിച്ചു പോയി. ഈ ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ്, പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുമ്പ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ഇപ്പോഴുള്ള ജീവിതത്തെക്കുറിച്ചും ഞാനങ്ങ് ആലോചിച്ചപ്പോ എനിക്ക് വല്ലാത്ത വിഷമമായല്ലോ, എനിക്ക് വല്ലാത്ത വേദനയായല്ലോ. പടച്ചുറപ്പേ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം അങ്ങനെയായിരുന്നല്ലോ. വല്ലാത്ത സൗകര്യങ്ങളിലൂടെ ജീവിച്ച മഹാനായിരുന്നു മിസ്അബ് തങ്ങളോ. പടച്ചുറപ്പേ, എന്തൊരു സൗന്ദര്യം എന്നറിയോ കാണാനോ, വല്ലാത്ത സൗന്ദര്യമാണ് കാണാനോ, വല്ലാത്ത സൗകര്യങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പടച്ചുറപ്പേ, അവിടുന്ന് മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, മിസ്അബ് റളിയല്ലാഹു തആല അൻഹു സ്വർണ്ണം കൊണ്ട് നെയ്തിരുന്ന വസ്ത്രങ്ങൾ വരെ ധരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പടച്ചറബ്ബേ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹു കുതിരപ്പുറത്ത് വരുന്നത് കാണാൻ പടച്ചറബ്ബേ അറേബ്യ രാജ്യത്തുള്ള പെണ്ണുങ്ങൾ മുഴുവനും കാത്തു നിൽക്കുമായിരുന്നല്ലോ. അതാ അത്രത്തോളം സൗന്ദര്യമാണ് മിസ്അബ് തങ്ങളെ കാണാൻ. എല്ലാവരും മിസ്അബ് തങ്ങളെ വല്ലാതെ ആഗ്രഹിച്ചു. അവിടുത്തെ സൗന്ദര്യം അത്രത്തോളമായിരുന്നല്ലോ. മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ പടച്ചുറപ്പേ ഒരത്രങ്ങ് അടിച്ചു കഴിഞ്ഞാൽ, തന്റെ ശരീരത്തിൽ ഒരത്രങ്ങ് അടിച്ചു കഴിഞ്ഞാൽ പടച്ചുറപ്പേ വല്ലാത്ത സുഗന്ധമായിരുന്നല്ലോ, വല്ലാത്ത സുഗന്ധമായിരുന്നല്ലോ. അതായിരുന്നു ഉമ്മാ മിസ്അബ് തങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. അതാ ഒരിക്കൽ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കേൾക്കുമ്പോ, റസൂലുള്ളാഹിനെ കുറിച്ച് അവിടുന്ന് ആരോ പറഞ്ഞു കൊടുക്കുകയാണ്. പടച്ചറബ്ബേ, റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് അവിടുന്ന് കേൾക്കുകയാണ്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഒരുങ്ങുകയാണ്.
പടച്ചുറപ്പേ അവിടുന്നതാ അല്ലാഹുവേ മുത്തുനബിയെ കുറിച്ച് പഠിച്ചു, അല്ലാഹനെ കുറിച്ച് പഠിച്ചു, പരിശുദ്ധമായ ദീനിനെ കുറിച്ച് പഠിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തന്റെ ഹൃദയത്തിലേക്ക് റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് അങ്ങ് കയറുകയാണ്. അതാ അല്ലാഹുവിനോടുള്ള ഏറ്റവും വലിയ മഹബ്ബത്ത് തന്റെ ഹൃദയത്തിൽ അങ്ങ് നീരുറവ് പൊട്ടുകയാണ്. ദീനിനോടുള്ള വലിയ ആവേശം തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയോ. പടച്ചുറപ്പേ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അതാവിടുന്ന് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നല്ലോ, അല്ലാഹുവിലേക്ക് കടന്നു വന്നല്ലോ. പടച്ചുറപ്പേ ഈ വരം ആരറിഞ്ഞെന്നറിയോ? ഇസ്ലാമിന് അങ്ങേയറ്റം വെറുത്തിരുന്ന പരിശുദ്ധമായ പ്രവാചകൻ അങ്ങോടത്തരം വെറുത്തിരുന്ന പ്രവാചകൻ അങ്ങേയറ്റം വെറുത്തിരുന്ന മിസ്അബിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, അതാ മിസ്അബ് തങ്ങളുടെ ഉമ്മയെ വിവരം അറിയുകയോ. പടച്ചുറപ്പേ അവിടുന്ന് പറയുന്ന മിസ്അബേ, ഇന്നലെ കടന്നു വന്ന മുഹമ്മദിന്റെ മതത്തിൽ നീ വിശ്വസിച്ചിരിക്കുകയാണോ? ഇന്നലെ കടന്നു വന്ന മുഹമ്മദിന്റെ മതത്തിനാണോ നീ വിശ്വസിച്ചിട്ടുള്ളതോ? പടച്ചുറപ്പേ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുകയാണോ? അതാ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയുണ്ടല്ലോ, അവിടെ നിന്ന് പറയുകയാണ് തന്റെ വേലക്കാരോട്, മിസ്അബിനോട് ആ മതത്തിൽ നിന്ന് മാറാൻ പറയണേ, മിസ്അബിനെ നിങ്ങൾ കൊണ്ടുവരണേ, ഒരുപാട് ശിക്ഷ നിങ്ങൾ കൊടുക്കണേ. പടച്ചുറപ്പേ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ റൂമിനകത്ത് പൂട്ടിയിടുകയാണ്, ദിവസങ്ങളോളം പട്ടിണിക്കിടുകയാണ്. പടച്ചുറപ്പേ തന്റെ വേലക്കാർ, തന്റെ പാറാവുകാരനാ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ അവിടുന്ന് അടിക്കുകയാ. പടച്ചുറപ്പേ ഇതൊന്നും മിസ്അബ് തങ്ങൾക്കൊരു കൂസലുമില്ല, മിസ്അബ് തങ്ങൾക്ക് ഇതൊരു പ്രയാസമല്ല. മിസ്അബ് തങ്ങളുടെ ഹൃദയത്തിനകത്ത് പടച്ചുറപ്പേ അതിനനുസരിച്ച് അവരിങ്ങനെ ആക്രമിക്കും തോറും ഈമാനിന്റെ ആവേശം ഇങ്ങനെ കൂടുകയാ. റസൂലുള്ളാഹിയോടും അല്ലാഹുവിനോടുമുള്ള ഏറ്റവും മഹബ്ബത്ത് വർദ്ധിക്കുകയാണല്ലോ. പടച്ചുറപ്പേ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവസാനമായിട്ട് അവിടുന്ന് കടന്നു വന്നിട്ട് പറയുകയാ, അല്ലാഹ് അല്ലാഹ്. അവിടെ നിന്ന് കടന്നു വന്നുകൊണ്ട് പറയുന്നു, അവിടെ കടന്നു വന്നുകൊണ്ട് പറയുകയാണല്ലോ, മിസ്അബേ നീ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് മാറുന്നുണ്ടോ? നമ്മുടെ പൂർവികരായ ആളുകള്, നമ്മുടെ വല്യപ്പമാര്, വാപ്പമാര് എല്ലാവരും കൊണ്ടു നടന്നിരുന്ന മതമാണല്ലോ നമ്മുടേതോ. ലാത്തയെ ഉസ്സയെ മനാത്തയെ നമ്മൾ ആരാധിച്ചു പോരുന്നവരാണല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ അതിന് വെടിയുന്നതോ? നീ എന്തിനാണ് മിസ്അബേ നീ അതിന് വെടിയുന്നതോ? നീ എന്തിനാ മുഹമ്മദിന്റെ പുതിയ മതത്തിലേക്ക് കടന്നു പോകുന്നത്? അവസാനമായിട്ട് നിന്നോട് ഞാനൊന്ന് പറയട്ടെയോ, ആ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് നീ പോരണേ മിസ്അബേ. പടച്ചുറപ്പേ ഇതങ്ങ് പറയുമ്പോഴും മിസ്അബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഉമ്മ നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും, നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും പടച്ചുറപ്പേ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈയൊഴിഞ്ഞിട്ടോ ഞാൻ പോരാൻ തയ്യാറല്ല ഉമ്മ, ഞാൻ ഒരിക്കലും തന്നെ പോരില്ലെന്നോ. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പടച്ചുറപ്പേ അവിടുന്ന് അതാ അവസാനം ഉമ്മ പറയുകയാണ്, മിസ്അബേ നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ അത് എന്റേതാണ് മിസ്അബേ. നീ നടക്കുന്ന ഓരോ വാഹനങ്ങളുണ്ടല്ലോ അത് എന്റേതാണ് മിസ്അബേ. പടച്ചുറപ്പേ ഈ കാണുന്ന ബക്കയുണ്ടല്ലോ, ഈ കാണുന്ന അറേബ്യൻ സമൂഹമുണ്ടല്ലോ, ഈ അറേബ്യൻ സമൂഹത്തിന് ഒരുപാട് സമ്പത്ത് എനിക്കുണ്ടോ? നിനക്കൊരുപാട് അധികാരം ഞാൻ തരാം മിസ്അബേ. എന്റെ സമ്പത്തിന്റെ മുഴുവനും നിനക്കുള്ളതാണല്ലോ, ഇതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് പറയുമ്പോ പടച്ചുറപ്പേ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വേണ്ട. അതാ പടച്ചുറപ്പേ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ എന്ത് പറഞ്ഞെന്നറിയോ? എന്നാ എന്റെ മുമ്പിൽ നിന്ന്, എന്റെ അധികാരത്തിൽ നിന്നോ, എന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്ത് കിടക്കണേ മിസ്അബേ, ഇവിടെ നിന്നെ കാണാൻ പാടില്ല.
എന്നവിടുന്ന് മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനോടതാ പടച്ചുറപ്പേ തന്റെ ഉമ്മ ഇവിടുന്ന് പറയുമ്പോ തന്റെ വേലക്കാരെല്ലാവരും പിടിച്ചിട്ടോ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ വെളിയിലേക്ക് കൊണ്ടുപോയിടുകയാണല്ലോ. പടച്ചുറപ്പേ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു പടച്ചുറപ്പേ അവിടുന്ന് പറയുകയാണ്, ഉമ്മാ ഇട്ടിരിക്കുന്ന വസ്ത്രം നിങ്ങളതാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങളുടെ ഒരു സമ്പത്ത് എനിക്ക് വേണ്ട ഉമ്മ, നിങ്ങളുടെ സമ്പത്ത് എനിക്ക് വേണ്ട ഉമ്മ. എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ ഇട്ടിരിക്കുന്ന വസ്ത്രം വരെ തന്റെ ഉമ്മാന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ടാ മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പോരുന്നത്. തന്റെ ഉമ്മാന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഉമ്മാന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുന്നത്. പടച്ചുറപ്പേ അവിടുന്ന് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അതാ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോ പടച്ചുറപ്പേ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കീറിപ്പറിഞ്ഞ വസ്ത്രമാണല്ലോ. ഔറത്ത് മറക്കാൻ മാത്രം കഴിയുന്ന വസ്ത്രമായിരുന്നു മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്നത്. പടച്ചുറപ്പേ അങ്ങനെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്ന മഹാനാണ് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരു യുദ്ധം കടന്നു വന്നല്ലോ. അതാ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അതിൽ പങ്കെടുത്തിട്ടുണ്ടോ? പടച്ചുറപ്പേ ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അതാ പടച്ചുറപ്പേ അവിടുന്ന് നിലത്ത് വീഴുകയോ. യുദ്ധത്തിന്റെ രണാകളത്തിൽ തന്റെ ശരീരം പടച്ചുറപ്പേ അവിടുന്ന് പിടഞ്ഞു വീഴുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ പടച്ചുറപ്പേ ഇങ്ങനെ നോക്കുമ്പോ സ്വഹാബത്തോ ഒരുപാട് ഷഹീദായ സ്വഹാബത്തിന്റെ ശരീരം ഇങ്ങനെ അതാ കഫം പൊതിയുന്നുണ്ടോ. അതാ ഒരു ശരീരത്തെ മാത്രം അവിടുന്ന് ഇങ്ങനെ മാറ്റി വെച്ചിട്ടോ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് സ്വഹാബത്ത് കടന്നു വരികയാണല്ലോ. സ്വഹാബത്ത് അവിടുന്ന് കടന്നു വരികയാണല്ലോ. എന്നിട്ട് അവിടുന്ന് സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇത് മിസ്അബിന്റെ ജനാസയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, എന്തേ സ്വഹാബ മിസ്അബിന്റെ ശരീരത്തെ നിങ്ങൾ കഫൻ പൊതിയാത്തതോ? പടച്ചുറപ്പേ ഇത് പറയുമ്പോ സ്വഹാബത്ത് പറയുകയാണ്, യാ റസൂലല്ലാഹ്, മിസ്അബിന്റെ ശരീരം പൊതിയാനുള്ള കഫൻ കൂടെ തികയുന്നില്ലല്ലോ. മിസ്അബിന്റെ ജനാസ പൊതിയാനുള്ള കഫൻ കൂടെ തികയുന്നില്ല നബിയേ. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അത്ഭുതപ്പെടുകയാണ്. എങ്ങനെ ജീവിച്ചു പോയ മഹാനോ, പടച്ചുറപ്പേ അവസാനം പടച്ചുറപ്പിന്റെ ദീനിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവേ പടച്ചുറപ്പേ തന്റെ ജീവിതത്തിൽ കഫൻ കൂടെ പൊതിയാൻ പോലും അവിടുന്ന് വസ്ത്രമില്ലല്ലോ. അവസാനം പുല്ല് വെച്ച് കെട്ടിക്കൊണ്ട് അല്ലാഹുവേ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ഖബറടക്കുകയാണ്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ഖബറടക്കുകയാണ് എന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പഴയ കാലം അവിടുന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ അതാ എന്റെ പ്രിയമുള്ളവരെ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, നബിയേ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ദുനിയാവിന്റെ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി, ദുനിയാവിന്റെ ആഡംബരങ്ങൾ തീർന്നു പോയി, ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ എനിക്ക് എന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലഭിച്ചല്ലോ, അല്ലാഹനെ ലഭിച്ചല്ലോ. പടച്ചുറപ്പേ ദീനിൽ നിന്നാൽ എനിക്ക് ഈമാനോട് കൂടെ ഷഹീദാകാൻ, ഈ ലോകത്തോട് വിട പറയാൻ എനിക്ക് കഴിയുമല്ലോ നബിയേ, എനിക്ക് കഴിയുമല്ലോ നബിയേ എന്നിവിടുന്ന് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരുന്നെന്ന് എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പഠിപ്പിക്കുകയാണ്. അതാണ്
അതാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മൾ പറയുന്നത്. പരീക്ഷണങ്ങൾ നമ്മുടെ കൂടെ കടന്നു വരുമല്ലോ. അത് രോഗങ്ങളാകാം, അത് വിഷമങ്ങളാകാം, പടച്ചുറപ്പെ ഒരുപാട് സൗകര്യങ്ങൾ തന്നിട്ടാകാം. ആകവേ പടച്ചുറപ്പെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളവന് ഏറ്റവും കൂടുതൽ താഴ്ന്ന തട്ടിലേക്ക് കൊണ്ടുവരാൻ പടച്ചു തമ്പുരാന് കഴിയുമല്ലോ. ഏറ്റവും താഴ്ന്ന തട്ടിലുള്ളവന് ഏറ്റവും ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ അതിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിനും പടച്ചു തമ്പുരാന് കഴിയുമല്ലോ, അതിനും അല്ലാഹുവിന് കഴിയുമല്ലോ. അതുകൊണ്ട് വേദനിക്കണ്ട, പരീക്ഷണങ്ങളിൽ പതറണ്ട ഉമ്മ, പരീക്ഷണങ്ങളിൽ പതറണ്ട ഉമ്മ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ ദുനിയാവിന്റെ തൊലിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ കൊടുത്തത് ആർക്കാണെന്നറിയോ? അത് അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കാണ്. ദുനിയാവിന്റെ തൊലിക്ക് മുകളില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുള്ളത് ആർക്കാണെന്നറിയോ? അത് അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കാണ്. ദുനിയാവിലുള്ള പ്രവാചകന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുള്ളത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ കൊടുത്തത് സ്വഹാബത്തിനാണ്. അത് കഴിഞ്ഞ അതിനനുസരിച്ച് ഈമാൻ കൂടിയ ആളുകളുണ്ടല്ലോ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ കൊടുക്കുമെന്ന് അതാവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുള്ളത് എൻ്റെ പ്രിയമുള്ളവരെ അത് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസം കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് പ്രവാചകന്മാർ, അത് കഴിഞ്ഞാൽ സ്വഹാബത്ത്, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. അല്ലാഹുവേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, പിന്നീട് അതിനനുസരിച്ച് ആരൊക്കെയാണോ ഈമാൻ കൂടിയ ആളുകളുള്ളത് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ പരീക്ഷിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, അതുകൊണ്ട് പരീക്ഷണങ്ങളിൽ പതറണ്ട. അല്ലാഹു തആല പരീക്ഷണങ്ങൾ തന്നാൽ അതിൽ വിഷമിക്കണ്ട. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബേ അല്ലാഹുവിന്റെ പ്രവാചകരിൽപ്പെട്ട മഹാനാണല്ലോ. അല്ലാഹുവേ പടച്ച തമ്പുരാന് ഒരുപാട് അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് അല്ലാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പടച്ച റബ്ബേ സൗഭാഗ്യങ്ങള് ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ അല്ലാഹു ജീവിക്കുമ്പോൾ കൊടുത്ത മഹാനാണല്ലോ. അതാ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് പടച്ച റബ്ബേ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുണ്ടല്ലോ. അല്ലാഹു തആല ഒരുപാട് സമ്പത്ത് കൊടുത്തു, ഒരുപാട് അധികാരം കൊടുത്തു, ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊടുത്തു, പടച്ച റബ്ബേ നല്ല ആരോഗ്യം കൊടുത്തു. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അവസാനമതാ പടച്ച റബ്ബേ 3 വർഷക്കാലം മഹാനവറുകളെ പടച്ച തമ്പുരാന് പരീക്ഷിക്കുകയാണല്ലോ. അല്ലാഹ് രോഗം കൊടുത്തല്ലോ, അല്ലാഹു രോഗം കൊടുത്തിട്ടുണ്ടല്ലോ. പടച്ച റബ്ബേ തന്റെ വീട്ടിനകത്ത്, തന്റെ കൊട്ടാരത്തിനകത്തുള്ള സമ്പത്ത് മുഴുവനും നശിക്കുകയാണ്. അല്ലാഹുവേ അവിടുന്ന് ധാന്യങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ടിരുന്ന അവിടുന്ന് മെതികളുണ്ടായിരുന്നു, തന്റെ ഒരുപാട് സമ്പത്തുകൾ ഉണ്ടായിരുന്നു. ധാന്യങ്ങളുടെ മെതികളെല്ലാം നശിച്ചു പോവുകയാണല്ലോ. വീട്ടിലുള്ള കന്നുകാലികളെല്ലാം നശിച്ചു പോകുകയാണല്ലോ. മക്കളതാ പെടുന്നനെ മരിക്കുകയാ, ഭാര്യമാര് നഷ്ടപ്പെടുകയാണല്ലോ. പടച്ച റബ്ബേ ശരീരം മുഴുവനും വല്ലാത്ത രോഗം വരികയാണ്. ആരും തന്നെ തന്റെ കൂടെയില്ല, എല്ലാവരും കഴിയൊഴിയുകയാണ്. നാട്ടുകാര് കഴിയൊഴിഞ്ഞു, കൂട്ടുകാര് കഴിയൊഴിഞ്ഞു, എല്ലാവരും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മാറ്റി നിർത്തുകയാണ്. ആർക്കും മഹാനവറുകളുടെ ജീവിതത്തിൽ വേണ്ട. പടച്ച റബ്ബേ അല്ലാഹു വരെ കൈവഴിഞ്ഞത് പോലെയാ കാണുമ്പോ തോന്നുക. പടച്ച റബ്ബേ ഇത് പരീക്ഷണത്തിന്റെ കാലഘട്ടം
കാലഘട്ടമാണല്ലോ. മാനവരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പടച്ച തമ്പുരാന് പരീക്ഷണങ്ങൾ കൊടുക്കുകയാണല്ലോ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബേ എല്ലാവരിൽ നിന്നും അകന്നുകൊണ്ട് അല്ലാഹുവേ മാറി നിന്നുകൊണ്ട് ജീവിക്കുകയാണ്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ജീവിക്കുകയാണല്ലോ. അല്ലാഹു തആല കൂട്ടിനായിട്ട് തന്റെ ഒരു ഭാര്യയെ മാത്രം അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുക്കുകയാണ്. ശരീരത്തിൽ വല്ലാത്ത രോഗമാണല്ലോ. മുറികൾ ഇങ്ങനെ വന്നിട്ടോ ശരീരം ഇങ്ങനെ വിവർണമായി നിൽക്കുകയാണല്ലോ. ശരീരം വല്ലാത്ത ദുർഗന്ധവാ. ഒരാൾക്കും തന്നെ അടുക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം പ്രയാസമായിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിക്കുമ്പോ അതാ പടച്ച റബ്ബേ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുന്നു, നബിയേ നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ. എന്തിനാ നിങ്ങൾ കഷ്ടപ്പെടുന്നത്? എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? നിങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞ അല്ലാഹ് നിങ്ങളുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരുമല്ലോ. നിങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റി തരുമല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? ഇതാ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടുന്ന് പറയുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബേ തന്റെ ഭാര്യയോട് പറയുന്നു, പെണ്ണേ നിനക്കെന്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നോ, നിനക്കെന്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നോ, അല്ലാന്നുണ്ടെങ്കിൽ നിനക്കും പിരിഞ്ഞു പോകാമല്ലോ. എല്ലാവരും പോയതുപോലെ, എല്ലാവരും കഴിയൊഴിഞ്ഞതുപോലെ നിനക്കും നിന്റെ ജീവിതത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാമല്ലോ. നിനക്ക് വേറെ വിവാഹം കഴിച്ചിട്ട് നിനക്ക് ജീവിക്കാം എന്നതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്. അല്ലാഹുവേ ഭാര്യ ക്ഷമിച്ചുകൊണ്ട് കൂടെ നിന്നല്ലോ. അയ്യൂബ് നബിയും അതാ അവിടുന്ന് വല്ലാതെ ക്ഷമിച്ചല്ലോ. അല്ലാഹുവിനെ വല്ലാതെ തന്റെ ഹൃദയത്തിലോട്ട് ചേർത്ത് വെച്ചല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച തമ്പുരാനോട് ഈ രോഗത്തെ കുറിച്ചിട്ട് ദുആ ചെയ്തത് എപ്പോഴാണെന്നറിയോ? അതാ രോഗം ഇങ്ങനെ ശരീരത്തിലൂടെ വല്ലാതെ മൂർച്ഛിക്കുകയാണ്. അതാ ശരീരം മുഴുവനും രോഗം പടരുകയാണ്. തന്റെ നാക്കിലേക്ക് വരെ രോഗം ഇങ്ങനെ പടർന്നു വരികയാണല്ലോ. ആ സമയത്ത് മാത്രമാണ് അവിടുന്ന് പറഞ്ഞത്, അല്ലാഹ് എന്റെ നാക്കിലേക്കും രോഗം അങ്ങ് കടന്നു വന്ന, എന്റെ നാവിലേക്ക് രോഗം അങ്ങ് കടന്നു വന്ന, പിന്നെ എനിക്കതാ പടച്ചുറമ്പ് എനിക്ക് ദിക്ർ ചൊല്ലാൻ, എനിക്ക് തസ്ബീഹ് ചൊല്ലാൻ എനിക്ക് കഴിയില്ല അല്ലാഹ്, എനിക്ക് കഴിയില്ല അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്നതാ പടച്ചുറമ്പേ അല്ലാഹുവേ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ദുആ ചെയ്യുകയാ. ആ സമയത്ത് മാത്രമാണ് രോഗത്തെ കുറിച്ചിട്ട് പടച്ചുറമ്പേ അവിടുന്ന് അല്ലാഹുവേ അവിടുന്ന് മഹാനവറുകള് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുള്ളത്, അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുള്ളത്. അതുവരെ പടച്ചുറമ്പേ രോഗത്തെ കുറിച്ചിട്ട് പടച്ച തമ്പുരാനോട് പറഞ്ഞിട്ടില്ല, അവിടുന്ന് പരാതി പറഞ്ഞിട്ടില്ല, അവിടുന്ന് വിഷമങ്ങളെ പറഞ്ഞിട്ടില്ലല്ലോ. അതാ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചുറമ്പേ അവിടുന്ന് ക്ഷമിക്കുകയാ. അവിടുന്ന് പരീക്ഷണത്തിൽ വിജയിച്ചല്ലോ, അവിടുന്ന് അല്ലാഹ് കൊടുത്ത പരീക്ഷണത്തിൽ അവിടുന്ന് വിജയിച്ചല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അല്ലാഹു തിരിച്ചു കൊടുത്തത് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്, എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത്, പടച്ചുറമ്പേ അതിനേക്കാളും ഇരട്ടിയായിട്ട് അല്ലാഹു തിരിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് സമ്പത്ത് കൊടുത്തു, ഒരുപാട് അധികാരം കൊടുത്തു, ഒരുപാട് പവർ കൊടുത്തു. പടച്ചുറമ്പേ അല്ലാഹു തആല സ്വർണം കൊണ്ടുള്ള മെതികൾ അല്ലാഹു കൊടുത്തിട്ടുണ്ടല്ലോ, വെള്ളി കൊണ്ടുള്ള കലങ്ങൾ അല്ലാഹു കൊടുത്തിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം അല്ലാഹു സൗഭാഗ്യങ്ങൾ കൊടുത്തല്ലോ. ഉമ്മ, ഇതെല്ലാം പരീക്ഷണമാ, എനിക്കുമുള്ള പരീക്ഷണമാണ്, നിങ്ങൾക്കുമുള്ള പരീക്ഷണങ്ങളാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ
നമ്മൾ പഠിക്കണം. പടച്ചുറപ്പേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടറിയണം. നമ്മളെക്കാളും ഈമാനുള്ള അല്ലാഹുവേ തഖ്വയുള്ള ആളുകള് അവരൊക്കെ ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണല്ലോ. പടച്ച തമ്പുരാനെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ, നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ അവിടുന്ന് പടച്ചുറപ്പേ ഏറ്റവും കൂടുതൽ പരീക്ഷണം സഹിച്ചിട്ടുണ്ടോ? അതാ പരിശുദ്ധമായ ദീനിനെ പ്രചരിപ്പിക്കാൻ ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുങ്ങിയപ്പോ അവിടുന്ന് റസൂലുള്ളാഹി അവിടുന്ന് തബ്ബലക യാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിച്ചല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ കളിയാക്കിയല്ലോ. ആദ്യമായിട്ടൊരു കാര്യം പറയുമ്പോ റസൂലുള്ളാഹി അവിടുന്ന് പടച്ചുറപ്പേ മുശ്രിക്കുകൾ മുഴുവനും കളിയാക്കിയില്ലേ, അവിടുന്ന് വല്ലാതെ പരിഹസിച്ചല്ലോ. റസൂലുള്ളാഹിന്റെ വേദന തുടങ്ങിയല്ലോ. അന്ന് മുതൽ റസൂലുള്ളാഹിക്ക് പ്രയാസം തുടങ്ങിയതല്ലേ വാപ്പാ, അന്ന് മുതൽ റസൂലുള്ളാഹിക്ക് പരീക്ഷണം തുടങ്ങിയതാണല്ലോ. പിന്നെ പടച്ചുറപ്പേ എത്രയോ തവണയാ റസൂലുള്ളാഹിനെ വേദനിപ്പിച്ചതോ. റസൂലുള്ളാഹിനെ പടച്ചുറപ്പേ ഒട്ടകത്തിന്റെ കുടൽമാല കൊടുത്തിട്ടോ, ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊടുത്തിട്ട് പടച്ചുറപ്പേ മക്കാ മുശ്രിക്കുകളെ കഴുത്തിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ. അവിടുന്ന് എണീക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടു പോയ റസൂലുള്ളാഹി പടച്ചുറപ്പേ എത്രയോ വേദന സഹിച്ചിട്ടുണ്ടോ. അല്ലാഹുവേ, മക്കാ മുശ്രിക്കുകളുടെ വേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂൽ തായിഫിലേക്ക് പോയല്ലോ. ഉമ്മാ, തന്റെ ബന്ധപ്പെട്ടവരെല്ലാം ലോകത്തോട് വിട പറഞ്ഞപ്പോ, ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞപ്പോ, പടച്ചുറപ്പേ തന്റെ പിതൃവിനെ അവിടുന്ന് വിട പറഞ്ഞപ്പോ വേദന കൊണ്ട് പടച്ചു തമ്പുരാനെ അവിടുന്ന് റസൂലുള്ള തായിഫിലേക്ക് പോയല്ലോ. തന്റെ ഉമ്മാടെ നാട്ടിലേക്ക് പോയല്ലോ. അവിടുത്തെ ജനങ്ങളതാ കുട്ടികളെ കൊണ്ട് പടച്ചുറപ്പേ കരിങ്കല്ല് ചീളുകൾ ഉപയോഗിച്ചിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എറിഞ്ഞിട്ട് പരിക്കേൽപ്പിച്ചല്ലോ. എറിഞ്ഞിട്ട് കരിക്കേൽപ്പിക്കുകയാ. അവിടുന്ന് പരീക്ഷണത്തിന്റെ നാളുകളായിട്ട് റസൂലുള്ള തിരിച്ചു വന്നല്ലോ. അതാ മദീനയിലേക്ക് ഹിജ്റ പോയിട്ടോ അവിടെ എത്തിയിട്ട് പോലും റസൂലുള്ളാഹിനെ വെറുതെ വിട്ടിട്ടുണ്ടോ? മക്കാ ആളുകളതാ മുശ്രിക്കുകളതാ മദീനക്കാരായ ആളുകൾക്ക് കത്തെഴുതിയല്ലോ. പടച്ചുറപ്പേ, നിങ്ങൾ മുഹമ്മദിനെ അവിടെ നിന്ന് വധിച്ചിട്ടില്ലെങ്കിലോ, മദീനയിൽ നിന്ന് നിങ്ങൾ അവിടെ നിന്ന് ആട്ടി വിട്ടിട്ടില്ല എങ്കിലോ നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടോ മക്കാ മുശ്രിക്കുകൾ മദീനക്കാരെ ഭീഷണിപ്പെടുത്തിയല്ലോ. റസൂലുള്ളാഹിക്ക് എവിടെയെങ്കിലും നിൽക്കാൻ അവിടെ നിന്ന് സമാധാനം കൊടുത്തിട്ടുണ്ടോ? അവിടുന്ന് സമാധാനം കൊടുത്തിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഇതായിരുന്നല്ലോ റസൂലുള്ളാഹിന്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് പരീക്ഷണത്തിന്റെ നാളുകൾ നമ്മെ തേടി വരുമല്ലോ, നമ്മെ തേടി വരുമല്ലോ. അതുകൊണ്ട് വിഷമിക്കല്ലോ ഉമ്മ, അതുകൊണ്ട് വിഷമിക്കല്ലോ ഉമ്മ. ജീവിതത്തിൽ അല്ലാഹനെ കൈവിടുന്ന ഒരവസരം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹനെ മനസ്സിലാക്കാത്ത പടച്ചുറപ്പേ അവസരങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പരീക്ഷണങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ വല്ലാത്ത പരീക്ഷണങ്ങൾ, വേദനകൾ സഹിച്ചിട്ടുണ്ട് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ ചരിത്രം നമ്മെ പഠിപ്പിക്കാം. ചരിത്രം നമ്മോട് പറയാണ്. അതുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രക്കൊന്നും നമ്മളാരും അല്ലാഹുവിന്റെ അടുത്തവരല്ല. അത്രക്കൊന്നും എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ആരും ഒരിക്കലും പടച്ച തമ്പുരാന്റെ അടുക്ക് ഈമാനുള്ളവരല്ല. എന്നാൽ അത്രത്തോളം ഈമാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് അല്ലാഹു തആല പരീക്ഷണങ്ങൾ തരൂലേ? പിന്നെ നമുക്ക് പ്രയാസങ്ങൾ തരൂലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ വിഷമം കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുക്കുന്നത് അത് പ്രവാചകന്മാർക്ക് ലോകത്ത് കൊടുത്തത്.
പിന്നീട് അല്ലാഹു തആല അതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ സ്വഹാബത്തിന്റെ താബിഈങ്ങൾക്ക് പിന്നീട് അങ്ങനെ ഈമാൻ അനുസരിച്ച ആളുകളുണ്ടല്ലോ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാതെ പരീക്ഷിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. ഈമാൻ അളക്കുക. ഈമാനില്ലാത്തവന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല സുഖ സൗകര്യങ്ങൾ കൊടുക്കും. അല്ലാഹനെ ഓർക്കാതെ നടക്കുന്ന ആളുകളിൽ അല്ലാഹു തആല സുഖ സൗകര്യങ്ങൾ കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി അവസാനം വെച്ചിട്ട് ഒരു പിടുത്തം നമ്മൾ പറയുന്ന പോലെ അല്ലാഹുവിന്റെ റസൂൽ പറയും, എന്നിട്ട് അവസാനം അവരൊരു പിടുത്തം ഉണ്ടാകും. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹനെ അറിയുക, പടച്ച തമ്പുരാന് വേണ്ടിയിട്ട് ഒരുപാട് നന്മകൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മോട് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ, പടച്ചറബേ, വിശുദ്ധമായ ഖുർആനിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ നമ്മോടാണല്ലോ പറയുന്നത്, എന്നോട് നിങ്ങളോടുമാണല്ലോ പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ പടച്ചറബേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഇന്നല്ലാഹ وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. അതാ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാ, അല്ലാഹ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണല്ലോ, എൻ്റെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ പ്രവാചകർക്ക് വേണ്ടി ഞാൻ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നുണ്ടല്ലോ, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ടല്ലോ, എൻ്റെ മലക്കുകൾ ചൊല്ലുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളും ചൊല്ലണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനുള്ളതോ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനുള്ളതോ. ഒരിക്കലും തന്നെ നമ്മൾ പരാജയപ്പെടില്ല, ഒരിക്കലും തന്നെ നമ്മൾ വിഷമിക്കേണ്ടി വരില്ലല്ലോ. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുകയാണ്, സലാത്തുല്ലാഹി സനാഉഹു അലൈഹി ഇൻദൽ മലായിക. മലക്കുകളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, പടച്ചറബേ, മലക്കുകളെടുത്തോ അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്ന് പറയുന്നത് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. അല്ലാഹു തആല പറയുകയാണ് മലക്കുകളുടെ മുമ്പിൽ വെച്ചിട്ട്, മൻ സല്ല അലയ്യ മർറതൻ സല്ലല്ലാഹു അലൈഹി അശറാ. പടച്ചറബേ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വിളിച്ചിട്ട് അവിടുന്ന് പറയുന്നുണ്ടോ, അതാ അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും തന്നെ സ്വലാത്ത് ചൊല്ലിയാ അവനിക്ക് വേണ്ടിയിട്ട് 10 ഗുണങ്ങളെ നിങ്ങൾ രേഖപ്പെടുത്തണേ, 10 ഗുണങ്ങളെ നിങ്ങൾ രേഖപ്പെടുത്തണേ എന്ന് അവിടുന്ന് അല്ലാഹു തആല പറയുകയാണല്ലോ. അതാ ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഞാനും എൻ്റെ മലക്കുകളും അവിടെ നിന്ന് സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ, അതുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ എന്ന് അവിടെ നിന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ അവിടെ അല്ലാഹുവിന്റെ സ്വലാത്ത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ സ്വലാത്ത് എന്താണെന്നറിയോ? അതാ പടച്ച തമ്പുരാൻ അതാ മലക്കുകളുടെ മുമ്പിൽ വെച്ചിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ മദഹ് പറയുകയാണോ, വല്ലാതെ സ്നേഹിക്കുകയോ എന്നതാ അവിടെ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ
പ്രവാചകർ അവിടുന്ന് പഠിപ്പിക്കുകയാണല്ലോ, ഉമ്മ സ്വലാത്തുകൾ അധികരിപ്പിച്ചോ. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, മൻ സല്ല അലയ്യ മർറതൻ സല്ലല്ലാഹു അലൈഹി അശറാ. ഒരുത്തൻ റസൂലുള്ളാഹിന്റെ പേരിൽ ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു തആല 10 നന്മകൾ അവിടുന്ന് എഴുതുകയാണല്ലോ, 10 നന്മകൾ അവനിക്ക് വേണ്ടിയിട്ട് രേഖപ്പെടുത്തുകയാണല്ലോ. അതാ വീണ്ടും മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഒരിക്കലതാ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണോ, അവിടുന്ന് കടന്നു വരികയാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോ പടച്ചറബ്ബേ വല്ലാത്ത സന്തോഷം കാണുകയാണ്. എന്തൊരു ആനന്ദമെന്നറിയോ, എന്തൊരു ആനന്ദമാണെന്നറിയോ. പടച്ചറബ്ബേ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, നബിയേ എന്ത് പറ്റി നബിയേ, എന്താണ് ഇത്ര വലിയ സന്തോഷമെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ദാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ അബൂ തൽഹ, അബൂ തൽഹ, നിങ്ങളുടെ ജീവിതത്തിൽ പടച്ച തമ്പുരാൻ ഒരു സന്തോഷ വാർത്ത തന്നിരിക്കുകയാണ്. എന്റെ ജീവിതത്തിലുണ്ടല്ലോ ഒരു വലിയ സന്തോഷ വാർത്ത അല്ലാഹു തആല തന്നിരിക്കുകയാണ്. അതിനെ വല്ലാത്ത പടച്ചറബ്ബേ സന്തോഷപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അവിടുന്ന് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, എന്ത് പറ്റി നബിയേ, എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോ പടച്ചറബ്ബേ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് അതാ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, സഹാബാ ജിബ്രീൽ ഇപ്പ ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ, എന്റെ മുമ്പിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പൊ കടന്നു പോയതേ ഉള്ളൂ. ഇതുവരെ ജിബ്രീൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞ കാര്യം എന്തെന്നറിയോ, എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹും അവന്റെ മലക്കുകളും ഉണ്ടല്ലോ അവന്റെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രയാസപ്പെടേണ്ട ഉമ്മ, ഈ ദുനിയാവിൽ എത്ര വലിയ വേദനകൾ നമ്മൾ സഹിച്ചാലും, എത്ര വലിയ വേദനകളുടെ നടുവിലൂടെ നമ്മൾ കടന്നു പോയാലും നാളെ അള്ളാന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. നരകമല്ലേ നമുക്ക് പേടി, നരകമാണല്ലോ നമുക്ക് ആഗ്രഹം സ്വർഗമാണല്ലോ. അതാവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഹഖ്ഖുൽ ലിമൻ സല്ലല്ലാഹു അലൈഹി അല്ലാ യുഅദ്ദിബഹു ബിന്നാർ. ഒരാളുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരാളുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അല്ലാഹു തആല അവനെ തൊട്ട് നരകം വിദൂരത്താക്കുകയാണല്ലോ, നരകത്തെ അവിടുന്ന് വിദൂരത്താക്കുകയാ. ഒരിക്കലും തന്നെ നരകത്തിന്റെ കാര്യത്തിൽ അവനെ പേടിക്കണ്ടെന്നോ. അതാ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പടച്ചറബ്ബേ നരകത്തിന് വേണ്ടിയിട്ടാ. ഏറ്റവും കൂടുതൽ പേടിപ്പെടുന്ന രംഗം നമുക്ക് നരകമാണല്ലോ. ആ നരകത്തിൽ ഒരിക്കലും തന്നെ നമ്മൾ കിടക്കുന്നതല്ലോ, അത് അല്ലാഹ് ഏറ്റെടുക്കുമല്ലോ. അല്ലാഹു നമുക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുകയാണോ. അതാത് ഹബീബും മെഹബൂബും തമ്മിലുള്ള ബന്ധമാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലാഹുവും തമ്മിലുള്ള ബന്ധമാണ്. അവര് തമ്മിലുള്ള ഏറ്റവും വലിയ കണക്ഷനോ ആ റസൂലുള്ളാഹിനെ സ്നേഹിച്ചോ, ആ മദീന കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഉമ്മ, ആ മദീന കാണാൻ, ആ മദീനയുടെ പച്ചക്കുപ്പയുടെ ചാരത്തൊന്ന് കടന്നു ചെല്ലാൻ, ആ മദീനയെ ഏറ്റവും കൂടുതൽ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കാൻ, റസൂലുള്ളാഹിനോട് അവിടെ പോയിട്ടൊന്ന് സ്വലാത്ത് ചെല്ലാൻ എന്റെ പ്രിയമുള്ളവരെ ആഗ്രഹം വെക്കണോ? എന്റെ ഹൃദയത്തിൽ വേണം, എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിനകത്ത് വേണമല്ലോ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുകയാ. അല്ലാഹ് നമുക്ക് സ്വർഗം തരികയാ. അല്ലാഹുവിന്റെ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കണമല്ലോ. അല്ലാഹുവിന്റെ സ്വലാത്ത് നമുക്ക് ലഭിക്കണമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഉമ്മ സ്വലാത്ത് ചൊല്ലിക്കോ. അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാ, അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാ അല്ലാഹു തആല നരകം നമുക്ക് ഹറാമാക്കിയിരിക്കുകയാണല്ലോ. അല്ലാഹ് നമുക്ക് നരകം ഹറാമാക്കിയിരിക്കുകയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. അല്ലാഹ്, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ജീവിതത്തിൽ ഒരുപാട് സ്വലാത്തുകളെ കൊണ്ട് ഞങ്ങളെ ജീവിതം ധന്യമാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ വിജയിക്കാൻ വേണ്ടി അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചെല്ലാം. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക. അള്ളാഹ് നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. നമ്മൾ ഇവിടെ മാത്രമല്ല അള്ളാഹു വിജയിപ്പിക്കാം. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലിയ ഇവിടെ മാത്രമല്ല അല്ലാഹു തആല നമ്മെ വിജയിപ്പിക്കുക. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നരകം നമുക്ക് ഹറാമാ. നമ്മളെന്താ പറയാ? പഠിച്ചോനെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം അല്ലാഹ് പറയില്ലേ? നമ്മളൊക്കെ ദുആ ചെയ്യില്ലേ? സ്വർഗം കൊണ്ട അല്ലാഹ് നമ്മൾ ദുആ ചെയ്യില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടെ നിന്ന് പറയാ, നിനക്ക് അല്ലാഹു നരകം ഹറാമാക്കുക, നിന്റെ കാര്യം പിന്നെ അല്ലാഹ് ഏറ്റെടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അല്ലാഹു ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മലക്കുകൾ സ്വലാത്ത് ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ? ആര്? മലക്ക്. അല്ലാഹുവിന്റെ മലക്കുകൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അവിടെ നിന്ന് സ്വലാത്ത് ചെല്ലുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരിക്കലതാ കഅബ് റളിയല്ലാഹു തആല അൻഹു, എൻ്റെ പ്രിയമുള്ളവരെ, ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അടുക്കലേക്ക് ചെന്നപ്പോ അതാ രണ്ടുപേരും ഒരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അതാ കഅബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എല്ലാ പ്രഭാതത്തിലുമുണ്ടല്ലോ 70,000 മലക്കുകളതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പടച്ചുറബേ ഖബർ ശരീഫിനെ പൊതിയുകയാ. പടച്ചുറബേ അവരവിടെ വല്ലാത്ത ചിറകിട്ടടിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലോ അവിടെ നിന്ന് വല്ലാത്ത സ്വലാത്തുകൾ ചൊല്ലുകയാണല്ലോ. അവിടെ നിന്ന് വല്ലാത്ത സ്വലാത്തുകൾ മുഖരിതമാക്കുകയാണ്. പിന്നീട് അതാ വൈകുന്നേരമായി കഴിഞ്ഞ പടച്ചുറപ്പെ അവിടെ നിന്നവര് മടങ്ങുകയാണല്ലോ. പിന്നീട് അതാ ഒരു വിഭാഗം മലക്കുകൾ വീണ്ടും 70,000 മലക്കുകൾ ഇറങ്ങി വരികയാണ്. പിന്നീട് അതാ വീണ്ടും റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫിന്റെ മുകളിലൂടെ പടച്ചുറപ്പെ അവരിങ്ങനെ പൊതിയുകയാണല്ലോ. അവരവിടെ സന്തോഷത്തോടെ ചിറകിട്ടടിച്ചിട്ടോ റസൂലുള്ളാഹിന്റെ പടച്ചുറപ്പെ